നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ എം ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്തിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്മോഹൻ ഉണ്ട്. നമസ്കാരം ശ്രീ രാജ്മോഹൻ. വെള്ളറട ഗ്രാമപഞ്ചായത്ത് മലയോര മേഖലയാണ്. 23 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. എല്ലാ മേഖലയ്ക്കും മികച്ച രീതിയിലുള്ള വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിച്ചാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ആരോഗ്യ മേഖലയില് വെള്ളറട ഗ്രാമപഞ്ചായത്ത് സാനിറ്റേഷൻ സമിതികളെ ശക്തമായി പ്രവർത്തിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ആശാപ്രവർത്തകന്മാരെ കൊണ്ട് ആവശ്യമായ നടപടികൾ ചെയ്യുകയും മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആ മേഖലയെ തൃപ്തിപ്പെടുത്തുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം നമുക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള ഹോമിയോ ആശുപത്രിക്കും ആയുർവേദ ആശുപത്രിക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റു സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഗ്രാമപഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഒരു മലയോര ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് റബ്ബർ കർഷകരാണ് ഏറ്റവും അധികം ഉള്ളത്. എങ്കിലും ക്ഷീരമേഖലയിലും അതുപോലെ തന്നെ തെങ്ങ് കൃഷി ചെയ്യുന്നവരുടെയും എണ്ണവും കൂടുതലാണ്. തെങ്ങ് കൃഷിയെ ഏറെ പരിപാലിക്കുകയും തെങ്ങ് മുറിക്കുന്ന ആളിന് തെങ്ങും തൈ സൗജന്യമായ വിധം നടത്തിക്കൊണ്ട് ആ മേഖലയിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ വാർഡുകളിലെ എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് ഹരിതകർമ്മ സേന അംഗങ്ങളെ ഉൾപ്പെടുത്തി ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തി കുടുംബശ്രീ ഉൾപ്പെടുത്തി ആ പദ്ധതികൾ വളരെ ഭംഗിയായി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തി വരികയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്? വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ പകുതിയോളം മേഖലകൾ വന്യ മൃഗങ്ങളുടെ കടന്നുകയറ്റം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകളിലുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് പന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള ഷൂട്ടർ സംവിധാനം നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ ഷൂട്ടർ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആയിട്ടുണ്ട്. അത് പഞ്ചായത്ത് അക്കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പരുത്തിപ്പള്ളി എന്ന പ്രദേശത്ത് നിന്ന് ഷൂട്ടറെ വിളിച്ചു വരുത്തി അങ്ങനെ അക്രമം നടത്തുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുകയും അങ്ങനെയുള്ള നടപടികൾ എടുത്തിട്ടുമുണ്ട് ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ MCS സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് വിപുലീകരിക്കുന്നത്? മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ആദ്യഘട്ടം തന്നെ വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ CCTV സ്ഥാപിക്കുകയും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 45ഓളം ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനം സജ്ജമായി നടക്കുന്നുണ്ട്. മിനി MCFകൾ ഗ്രാമപഞ്ചായത്തിൽ 46ഓളം മിനി MCകൾ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് MCFന് വേണ്ടി സ്ഥലം വാങ്ങി. MCFന്റെ പണി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ആരംഭിച്ചു. അതിന്റെ പണി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിവിധ മേഖലകളിൽ പിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോ നിലവിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായി ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി മാലിന്യം വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ ഗ്രാമപഞ്ചായത്തിന് ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്
അത് ഹരിതകർമ്മ സേന വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വളരെ ഭംഗിയായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഈ മേഖലയിൽ ഹരിതകർമ്മ സേനകൾ സംഘങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ മാലിന്യം പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അത് കളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ ഇവിടുന്ന് വിവിധ ഏജൻസിക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, നടന്നു വരികയാണ്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തും നിരവധിയായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഈ മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ? കുട്ടികൾക്ക് ഹരിതസഭ പോലുള്ള പരിപാടികളൊക്കെ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ്. തീർച്ചയായിട്ടും വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൽ 23 വാർഡുകളാണുള്ളത്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ലൈഫ് ഭവന പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 190 ആളുകൾക്ക് എഗ്രിമെന്റ് വെക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും നൽകിക്കഴിഞ്ഞു. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നിൽക്കുകയാണ്. ഒപ്പം PMAY പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വീണ്ടും അർഹരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന ആളുകൾ അവരുടെ പദ്ധതി അവർക്കും എഗ്രിമെന്റ് വെച്ച് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചു, ആരോഗ്യ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയിൽ ആംബുലൻസ് സേവനമടക്കം നടപ്പിലാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേരുന്നത്? വെള്ളട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടത് രോഗികളായിട്ടുള്ള ആളുകളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസിന്റെ സൗകര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 60% വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ പാർക്കുന്ന പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്ത്. അവർ വളരെയേറെ പ്രതിസന്ധി നേരിടുന്നവരാണ്. അവർക്ക് ഈ ഡയാലിസിസ് പേഷ്യന്റുകൾ ഉള്ള പഞ്ചായത്താണ്. പാലിയേറ്റീവ് കെയർ 400ഓളം പാലിയേറ്റീവ് കെയർ പേഷ്യന്റ് ഉള്ള പഞ്ചായത്താണ്. അങ്ങനെ വിവിധ മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നത് ഗ്രാമപഞ്ചായത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ ആംബുലൻസിന്റെ സേവനം ഡയാലിസിസ് പേഷ്യന്റിന് സൗജന്യമാക്കുകയും മറ്റുള്ള ആളുകൾക്ക് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് 50% പൈസ വാങ്ങിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമാണ് ഈ ആംബുലൻസിന്റെ സേവനം. അത് വളരെയേറെ സാധാരണക്കാർക്ക് വളരെയേറെ ഗുണകരമായിട്ടുണ്ട്. സാധാരണക്കാർക്ക് വളരെയേറെ തൃപ്തികരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡയാലിസിസ് യൂണിറ്റ് വെള്ളട ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP-യോടും സംസ്ഥാന സർക്കാരിനോടും നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ CHC എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും അതേറെ സാധാരണക്കാർക്ക് ഏറെ ഗുണകരമായി തീരും. തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകൾക്ക് ഗുണകരമായി തീരും. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് തമിഴ്നാട് ചേർന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഏവർക്കും ഏറെ ഗുണകരമായി തീരുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വീട് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. ഈ ജൽജീവൻ പദ്ധതിയൊക്കെ എത്രത്തോളം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ജൽജീവൻ പദ്ധതി പ്രകാരം വെള്ളട ഗ്രാമപഞ്ചായത്ത് ജൽജീവൻ പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ജലനിധി പദ്ധതി നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിന്റെ ആ പദ്ധതി വരുന്നതോടൊപ്പം തന്നെ മിനി കുടിവെള്ള പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പല മേഖലകളിലും ഉണ്ടായിരുന്നു. ആ മിനി കുടിവെള്ള പദ്ധതികൾ ജലജീവൻ പദ്ധതിയുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതുപരിയായി പഞ്ചായത്തിന്റെ 23 വാർഡുകളിലും എല്ലാ വാർഡുകളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചു. ഒപ്പം തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം, അവിടെ എല്ലാ വർഷവും തീർത്ഥാടനം നടക്കുന്ന സമയത്ത് വെള്ളട ഗ്രാമപഞ്ചായത്ത് വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് പരിഹാരം എന്ന നിലയിൽ വെള്ളട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 1 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു കുടിവെള്ള പദ്ധതി നമുക്ക് അവിടെ നടപ്പിലാക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ
തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് ഈ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഈ ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് വളരെ ഭംഗിയായി നടപ്പിലാക്കാനും കഴിഞ്ഞ വർഷം അത് ഉപയോഗിക്കുവാനും സാധിച്ചു എന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണോ വെള്ളറട ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്? തെക്കൻ കുരിശുമല തീർത്ഥാടനം സ്ഥിതി ചെയ്യുന്നത് വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ്. അതിനെ തൊട്ട് ചേർന്ന് തന്നെ പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടം നമ്മൾ അവിടെ ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് നിർമ്മിച്ചു. അതുപോലെ തന്നെ അവിടെ നമ്മൾ റോഡ് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി നടപടികൾ പൂർത്തീകരിച്ചു. ഒപ്പം നമ്മൾ ഹൈമാക്സ് ലൈറ്റ് അവിടെ സ്ഥാപിച്ചു. അവിടെ ചുറ്റും സൈഡ് വാൾ കിട്ടുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചപ്പോൾ നമ്മൾ റവന്യൂ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ അത് ലീസിന് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നതിനും ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടി പൂർത്തീകരിക്കുകയും 2 ഘട്ടം DTPCയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രാവശ്യം അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി അവിടെ പ്രോഗ്രാമുകൾ നടത്തുവാനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ടൂറിസം സാധ്യതകളൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ വലിക്കുന്നത് യാഥാർത്ഥ്യമാക്കി 23 വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഹൈമാക്സ് ലൈറ്റുകൾ ബഹുമാനപ്പെട്ട MLAയുടെയും MP യുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഹൈമാക്സ് ലൈറ്റുകൾ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ സ്ഥാപിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകളും വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ നവീകരിക്കാനും സാധിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. പൊതുജലാശയ സംരക്ഷണം എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പൊതുജനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മാലിന്യ പ്ലാന്റ് വെള്ളട ഗ്രാമപഞ്ചായത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായപ്പോൾ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളുടെ ഒത്താശയോടുകൂടി സഹകരണത്തോടുകൂടി വെള്ളട ഗ്രാമപഞ്ചായത്ത് ഒരു ദിവസം ഹർത്താല് പ്രഖ്യാപിക്കുകയും ആ ഹർത്താല് എല്ലാവരും അത് ഏറ്റെടുക്കുകയും ഈ നാടിന്റെ ആവശ്യം എന്ന നിലയിൽ വെള്ളട പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും സഹകരിക്കുകയും ചെയ്തതിന്റെ ഫലമായി നമുക്ക് ആ മാലിന്യം ഇവിടെ പ്ലാന്റ് നമുക്ക് വെള്ളട പഞ്ചായത്തിൽ അനുവദിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പല പദ്ധതികൾക്കും ഗ്രാമപഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം നാളിതുവരെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അവർ കൂടെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താമോ? വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കട്ടില് മറ്റ് സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുകയാണ്. അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ആവശ്യമായി വരുമ്പോൾ ഗ്രാമപഞ്ചായത്ത് അതിൽ ഇടപെടുകയും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അവർ നമ്മളോട് വളരെയേറെ തൃപ്തരായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വയോജനങ്ങളുടെയും ഉന്നമനത്തിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പാലിയേറ്റീവ് പ്രവർത്തനം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തി വരുന്നത്? ഈ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിൽ 4 വരുന്ന പാലിയേറ്റീവ് കെയർ പേഷ്യന്റ് ഉള്ള ഒരു പഞ്ചായത്താണ്. അവരുടെ പാലിയേറ്റീവ് കെയർ ദിനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വളരെ ഭംഗിയായി ആഘോഷിക്കുന്നുണ്ട്. അവരുടെ കുടുംബ സംഗമം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു ദിവസം ആഘോഷിക്കാറുണ്ട്. അതിൽ കലാപരിപാടികൾ, കായിക പരിപാടികൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അവരുമായി ഒന്നിച്ച് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും പാലിയേറ്റീവ് കെയർ ആളുകളുമായി ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാ വർഷവും അത് ആഘോഷം നടത്തുന്നത്. വയോജനങ്ങളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടി എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ പദ്ധതിക്ക് ഫണ്ട് വയ്ക്കുന്നതിലുപരിയായി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എന്താണോ ഉപകരണങ്ങൾ എന്നുള്ളത് അവരുടെ ആവശ്യപ്രകാരം ഡോക്ടർ നിർദ്ദേശപ്രകാരം എല്ലാ ഭിന്നശേഷിക്കാർക്കും ഉള്ള ഗ്രാമപഞ്ചായത്ത് ആ ആനുകൂല്യങ്ങൾ കൊടുത്തു വരുന്നു.
അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് ബങ്ക് കട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഭിന്നശേഷിക്കാരെ ഏറെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ്. ശ്രീ രാജ്മോഹൻ, പഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയാണ്. ഏറ്റവും കൂടുതൽ സ്മാർട്ട് അംഗനവാടികളുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് വെള്ളറ ഗ്രാമപഞ്ചായത്ത്. വിദ്യാഭ്യാസ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താമോ? വെള്ളറ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യവും ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി വെള്ളറ ഗ്രാമപഞ്ചായത്തിലെ 34 അംഗനവാടിയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് ഏകദേശം 28ഓളം അംഗനവാടികൾ സ്മാർട്ട് ആക്കുകയും ആ അംഗനവാടിയിലെ ടീച്ചറോടും ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ആദ്യ അക്ഷരം എന്ന നിലയിൽ അക്ഷരം പഠിക്കാത്ത കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും അക്ഷരം പഠിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിലുപരിയായി ഗ്രാമപഞ്ചായത്ത് എല്ലാ മാസങ്ങളിലും PEC മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് വിവിധ സ്കൂളുകളുടെ അധ്യാപകരുമായി, അധ്യാപകരുമായും നിരന്തരം കമ്മിറ്റികൾ കൂടി ആ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ താഴെ നിൽക്കുന്ന ആളുകളെ ഉന്നതിയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക കോച്ചിങ് ക്ലാസുകൾ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്കൂളുകളിൽ നടത്തി വരുന്നു. അതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നു. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളെ നന്നായി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളരെ കാര്യഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകളും അത് കുട്ടികൾ എത്തിക്കുന്നതിന് വേണ്ടി നടപടികളും നമ്മുടെ പഞ്ചായത്തിന്റെ സ്കൂളുകൾ നടക്കുന്നു. അംഗനവാടികളും അതുപോലെ സ്മാർട്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളുടെ ക്ലാസ് റൂമുകളും നമ്മൾ സ്മാർട്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ 3 സ്കൂളുകളാണ് ഗവൺമെന്റ് സ്കൂളുകളായിട്ട് ലഭ്യമായിട്ടുള്ളത്. ആ 3 സ്കൂളുകൾ നമ്മൾ ക്ലാസ് റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്കൂളുകളിൽ തന്നെ നമ്മുടെ പച്ചക്കറി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആ കുട്ടികളെ ആ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ അധ്യാപകരും അതുപോലെ SMC ഒക്കെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. PTA നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഇടപെടാറുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ സ്കൂളുകളിലും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകി വരുന്നത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കുട്ടികളെ, മുതിർന്ന മാർക്ക് ലഭിച്ച കുട്ടികളെ അനുമോദിക്കുന്നതടക്കമുള്ള പരിപാടികളും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വായ്പാ സൗകര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിൽ ഏർപ്പെടുത്തുന്നുണ്ടോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ജാഗ്രതാ സമിതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും വർക്ക്ഷെഡുകൾ നമ്മൾ സൗജന്യമായി നൽകി വരികയാണ്. 5 അംഗങ്ങൾ ചേരുന്ന ഒരു കുടുംബശ്രീക്ക് അവർക്ക് അവിടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ കെട്ടിടമാണ് ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകുന്നത്. കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ വെള്ളട ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള വിപണന കേന്ദ്രം നമ്മൾ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജംഗ്ഷനായ വെള്ളടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനം വെള്ളട പഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ വാർഡുകളിൽ വ്യക്തിഗതമായി പല വിധമായിട്ടുള്ള സംവിധാനങ്ങളും പലവിധമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന യൂണിറ്റുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. കുടുംബശ്രീ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വെള്ളട ഗ്രാമപഞ്ചായത്ത്. എല്ലാ വാർഡിലെയും കുടുംബശ്രീകൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പഞ്ചായത്തിന്റെ മേഖലകളിലുണ്ട്. തൊഴിലുറപ്പിന്റെ ഇതിന്റെ ഭാഗമായി തന്നെയാണ് തൊഴിലുറപ്പിലും അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാനുള്ള വിപണന കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അത് സമയബന്ധമായി വിൽക്കാനുള്ള അവസരവും നമ്മൾ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് വെള്ളം കയറുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ വെള്ളറ ഗ്രാമപഞ്ചായത്തിലുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ? ഈ വർഷം മഴക്കാലം നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസറുടെയും
എച്ച് ഐമാരുടെയും ജെ എസിന്റെയും ഒക്കെ മീറ്റിംഗ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലുടനീളം അത് വിളംബരം ചെയ്തുകൊണ്ട് പഞ്ചായത്തിലുടനീളം പബ്ലിസിറ്റികൾ നമ്മൾ നടത്താറുണ്ട്. സാമ്പത്തിക സമിതിക്ക് അടിയന്തരമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് വാർഡ് തലത്തിലുള്ള വികസനം നടത്തുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. തീർച്ചയായിട്ടും ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കുകയും പൊതു സമ്മേളനം സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി നമ്മുടെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുമായി ബന്ധപ്പെടുത്തി വെള്ളറട ജയം ഹാൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വാർഡ് തലത്തിൽ ഞാൻ പറഞ്ഞ പോലെ ജാഗ്രത സമിതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിൽ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മേഖലകൾ, ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം തടയുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസുമായും എക്സൈസുമായും ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി ഇടപെടുന്നതിന് ഫലമായിട്ട് വെള്ള ഗ്രാമപഞ്ചായത്ത് അത്രത്തോളം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഉണ്ട് എങ്കിൽ പോലും ലഹരി പദാർത്ഥ ഉത്പാദനമൊന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മേഖലകളിലൊന്നുമില്ല. അത് തടസ്സം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജാഗ്രത സമിതിയും പഞ്ചായത്ത് മെമ്പർമാരുടെയും ഒക്കെ സജീവമായ ഇടപെടലിന്റെ ഭാഗമായ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നിലവിലില്ല. തീർച്ചയായിട്ടും ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? വെള്ളറട ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം, വെള്ളറട ഗ്രാമപഞ്ചായത്ത് കേരളത്തിലുടനീളം ഏറ്റവും അധികം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് നെൽകൃഷി. നമുക്ക് നെൽകൃഷി ഇന്ന് അന്യം നിന്ന് പോയതുപോലെ തന്നെ ഏറ്റവും അധികം ആളുകൾക്ക് ആവശ്യമായി വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ക്ഷീരമേഖലയാണ്, പാലാണ്. പാല് ഉൽപാദന രംഗത്ത് വളരെ വലിയൊരു പ്രോജക്റ്റാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് സ്വപ്നം കാണുന്നത്. വെള്ളറട ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് പാലിന്റെ ഉൽപാദനം കുറയുകയും വിപണനം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ പഞ്ചായത്ത് 2-3 ഏക്കർ സ്ഥലം ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങി അവിടെ പാല് ഉൽപ്പാദിപ്പിച്ച് വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്ന അവരെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ശുദ്ധമായ പാല് എത്തിക്കുന്ന വിപുലമായ ഒരു പദ്ധതി വെള്ളറട ഗ്രാമപഞ്ചായത്ത് സ്വപ്നം കാണുകയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. വരുന്ന നാളുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സ്വയം തൊഴിൽ സംരംഭ രംഗത്ത് ഏറെ എത്രത്തോളം ഉൽപ്പാദിപ്പിച്ചാലും അത്രയും വിൽക്കാൻ സാധിക്കുന്ന ഏക ഒരു വരുമാന മാർഗമാണ് പാലുൽപാദനം. അതിന് ഊന്നൽ നൽകുന്ന പദ്ധതികളുമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതി ഇപ്പോൾ തന്നെ പാല് കളക്ട് ചെയ്ത് ശുദ്ധമായ പാല് വീടുകളിൽ എത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തന്നെ വച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റ് വരുന്ന നാളുകളിൽ അത് നമ്മൾ ഇംപ്ലിമെന്റ് നടത്താൻ വേണ്ടിയുള്ള സംവിധാനവും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുകയാണ്. കുട്ടികൾക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു സ്വപ്ന പദ്ധതി കൂടെ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഗ്രാമപഞ്ചായത്തിന്, ഭരണകൂടത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്ന വലിയൊരു മാർഗം അതെല്ലാവരുമായി ചേർന്ന് ആലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. വെള്ളറട ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന, കായിക രംഗത്ത് ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്റ്റേഡിയം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വരുന്ന നാളുകൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും കായിക പ്രേമികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുവാനും നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്ത മേഖലകളിൽ നിരവധിയായിട്ടുള്ള മികച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ രാജ്മോഹൻ. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.